ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാവിൻ്റെ പേര് ശ്രീകടവത്ത് കുന്നഞ്ചേരി ഭഗവതി കാവ് എന്നാണ്. ഇവിടെ തെയ്യക്കോലങ്ങളായിട്ട് ഗുളികൻ തിറയുണ്ട്, ഭൈരവൻ തിറയുണ്ട്, ശാസ്തപ്പൻ തിറയുണ്ട്, കാർണവറുണ്ട്, വിഷ്ണുമൂർത്തി ഉണ്ട്, മാപ്പിള പൊറട്ട്, പിന്നെ ശ്രീ പോർക്കലിയുടെ തിരുമുടിയും കൂടിയുണ്ട്. അതിരാവിലെ പുറപ്പെടുന്ന തെയ്യങ്ങളാണ് എല്ലാം. പക്ഷേങ്കിൽ മഴ കാരണം ഇന്നലെ കുറച്ച് സാങ്കേതിക തകരാറ് കാരണം എല്ലാം വൈകിയിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഞാൻ പോയ സമയത്ത് എനിക്ക് എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിന്. പോകുമ്പം തന്നെ ഭൈരവൻ്റെ തിറയാണ് ഉണ്ടായത്. ഓരോ തെയ്യക്കോലങ്ങൾ ഇറങ്ങുന്നതിന് ഓരോന്നായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള കൂടിച്ചേരലും കൂടിപ്പിരിയലെല്ലാം കൂടി ഉണ്ട്. അതിൽ ലാസ്റ്റിലോട്ടാണ്. പിന്നെ ഇറങ്ങിയത് കാരണവരാണ്. ഇതാണ് കാരണവർ തെയ്യം. കാർണവർ ഇറങ്ങിയതിന് ശേഷം ശാസ്തപ്പൻ തെറിയാൻ ഉണ്ടായിട്ടുണ്ടായത്. കുട്ടിച്ചാത്തൻ തെയ്യെന്നും കുട്ടി ശാസ്തൻ തെയ്യെന്നൊക്കെ പറയലുണ്ട്. നമ്മളെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് ഒരു മന്ത്രതന്ത്ര ബ്രാഹ്മണ കുടുംബമാണ് കാളക്കാട്ടില്ലം. കാളക്കാട്ട് തന്ത്രിയുമായി ബന്ധപ്പെട്ട തെയ്യാണ് കുട്ടിച്ചാത്തൻ. അതുകൊണ്ട് കാളക്കാട്ട് കുട്ടിച്ചാത്തനും കൂടെ ഈ തെയ്യം അറിയപ്പെടുന്നുണ്ട്. ശിവനും പാർവതിയും വള്ളുവനും വള്ളത്തിയുമായി വേഷം മാറി വന്ന അവർക്കുണ്ടായ പുത്രനാണ് കുട്ടിച്ചാത്തൻ. മക്കളില്ലാതെ കാളക്കാട്ടിലത്തെ നമ്പൂതിരിക്ക് ദേവദത്തമായി ഈ കുട്ടിച്ചാത്തനെ മകനായി ലഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കാളക്കാട്ട് ഇല്ലത്ത് കുട്ടിച്ചാത്തൻ എത്തി. പക്ഷെ ബ്രാഹ്മണാചാരങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യമായ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിൽ ഗുരുവിനെ അനുസരിക്കൂലായിരുന്നു. അങ്ങനെ ഗുരുനാഥൻ കുട്ടിച്ചാത്തനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്യും. അതോടെ ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പ് മതിയാക്കി സ്ഥലം വിടും. പിന്നെ കുട്ടിച്ചാത്തൻ ചെയ്തത് കാളക്കാട്ടില്ലത്തെ കന്നുകാലി മേയ്ക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു കാളെ അറുത്ത് ചോര കുടിക്കും. ഇത് കണ്ടിട്ട് നമ്പൂതിരി ചാത്തനെ ശിക്ഷിക്കും. അപ്പം ഈ കുട്ടിച്ചാത്തൻ വിചാരിക്കും ഇല്ലത്തെ അമ്മേൻ്റെ ഏഷണി കാരണമാണെന്ന് വിചാരിച്ചിട്ട് അമ്മേൻ്റെ മാറിലേക്ക് കല്ലെറിയും. അപ്പം ഇതിൽ രോഷാകുലനായി നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊല്ലും. പക്ഷേങ്കിൽ ചാത്തൻ ചത്തിട്ടില്ല. വാശി കൂടിയ നമ്പൂതിരി ബ്രാഹ്മണന്മാരെ വരുത്തി ഹോമകുണ്ഡം തയ്യാറാക്കിയിട്ട് ഈ കുട്ടിച്ചാത്തനെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ഹോമകുണ്ഡത്തിൽ ഹോമിച്ച്. പക്ഷേ ഈ ഹോമകുണ്ഡങ്ങളിൽ നിന്ന് അനേകം കുട്ടിച്ചാത്തന്മാരുണ്ടായി. അഗ്നിനൃത്തം വെച്ച് ചാത്തൻ കാളക്കാട്ടില്ലവും സമീപത്തെ ബ്രാഹ്മണ ഇല്ലവെല്ലാം ചുട്ട് കരിച്ചു എന്ന് ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ച് അങ്ങനെയാണ് കുട്ടിച്ചാത്തൻ തെയ്യമായിട്ട് ആരാധിച്ച് വരാൻ തുടങ്ങിയത്. പിന്നീടുണ്ടായത് ഈ മാപ്പിള പൊറാട്ടാണ്. നമ്മളെ എവിടെയെങ്കിലും റെയറായിട്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാവിൽ ഈ മാപ്പിള പൊറാട്ട ഉണ്ട്. ഇത് കാണാനാണ് മെയിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായത്. ഈ മാപ്പിള തെയ്യം ഇവിടെ കെട്ടിയിടുന്നതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, ഈ കാവിരിക്കുന്ന സ്ഥലം പണ്ടുള്ള പൂർവികര സ്ഥലേനും അന്നേരം ചെറിയൊരു കാവ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരെല്ലാം അത് നോക്കാണ്ടായപ്പോൾ അതങ്ങ് മൺമറഞ്ഞു പോയി. പിന്നെ ഈ സ്ഥലം തലമുറകൾ മാറി അവരെ മക്കളെല്ലാവരും കൂടെ ഒരാൾക്ക് വിൽക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ സ്ഥലം വാങ്ങിയത് ഒരു മുസ്ലിമാണ്. അങ്ങനെ അവരവരെ മോക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് കുയ്യാട്ട ഇടുന്ന സമയത്താണ് ഈ വാളും ബാക്കി സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഒക്കെ അവർക്ക് കിട്ടുന്നത്.
ഇതിനെപ്പറ്റി സ്ഥലം വിറ്റ് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഇല്ലേനും. പിന്നെ അവർ മുതിർന്നവരോടെല്ലാം അന്വേഷിച്ച് നോക്കിയപ്പോൾ പണ്ട് ഈടെ ഒരു കാവ് ഉണ്ടായിരുന്നെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോൾ ആ കാവിൻ്റെ കാര്യമായതുകൊണ്ട് ഈ മുസ്ലിം സമുദായക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞ് ഈ സ്ഥലം നിങ്ങൾ തന്നെ തിരിച്ചെടുക്കണമെന്ന്. ഈ കാവിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് ആരുടെ കണ്ണിലാണോ ഈ കാവിൻ്റെ കാര്യങ്ങൾ കണ്ണിൽ പെട്ടത് അവർ ഉത്സവം കൊണ്ടാടുന്ന സമയത്ത് ഇവിടെ തന്നെ വേണമെന്ന്. അങ്ങനെയാണ് മുസ്ലിംസ് അവരെ ആളുകളെല്ലാം കൂട്ടി ഇങ്ങനെ ഉത്സവം നടത്താമെന്നെല്ലാം തീരുമാനിച്ചത്. അങ്ങനെ സ്വർണ്ണ പ്രശ്നമെല്ലാം വെച്ച് നോക്കുന്ന സമയത്താണ് മാപ്പിള പൊറാട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞത്. അതായത് മാപ്പിള തെയ്യം കൂടെ ഈ കാവിൽ ഉണ്ടാവണം, അവരും കൂടെ ഇറങ്ങണം എന്നാണ് പറയുന്നത്. ഈ കാവ് ഉണ്ടായതിൻ്റെ പിന്നിലുള്ള കഥ ഇങ്ങനെയാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതിനുശേഷം നമ്മൾ ഈ കടവത്തോട്ട് വന്ന് ഈ കടവിൽ നമ്മൾ കാത്തു നിൽക്കുന്നത് എന്തിനാണെന്നറിയാം, ആ തോണി പോകുന്നത് വേണ്ട. ആ തോണി പോയി തിരിച്ചു വരുമ്പോൾ അതിൽ നിറച്ച മീനുണ്ടാവും. ഇവിടെ ഒരു മീൻ എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങും കൂടിയുണ്ട്. വേറെ ഒരു ക്ഷേത്രത്തിലും ഈ ഒരു ചടങ്ങില്ല, ആ മീൻ ക്ഷേത്രത്തിനകത്ത് കയറ്റലില്ല. പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ. എല്ലാം വ്യത്യസ്തമാണ് ഈ ക്ഷേത്രത്തിൽ. അങ്ങനെ നിറയെ പുഴ മത്സ്യങ്ങളായിട്ട് തോണിക്കാർ ഇതാ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ മീനെല്ലാം എടുത്ത് ഉള്ളിലോട്ട് പോയിട്ട് ക്ഷേത്രത്തിനകത്ത് 3 പ്രാവശ്യം വലം വെക്കും. എന്നിട്ട് ഇത് അപ്പം തന്നെ കുക്ക് ചെയ്തിട്ട് വാദ്യക്കാരെല്ലാവരും കൂടെ കഴിക്കുന്നതാണ് അവിടെ പറയുന്നത്. പിന്നെ വേറെ ഒരു കഥ എനിക്കൊരു അമ്മമ്മ അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിന്. എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ ഭഗവതി ഇതുപോലെ പുഴയിൽ വന്ന് എന്തോ കാല് കഴുകുന്ന സമയത്ത് അങ്ങനെ വീഴാൻ പോയ സമയത്ത് ഒരു മുസ്ലിം യുവാവാന്ന് രക്ഷിച്ചത്. അങ്ങനെയാണ് ഇവിടെ മതസൗഹാർദ്ദപരമായിട്ടാണ് മാപ്പിളത്തേയ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ഒരു അമ്മമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിന്.
അപ്പോൾ ഇതൊക്കെയാണ് കൂടിയാട്ടം, കൂടിപ്പിരിയലും, മീൻ എഴുന്നള്ളത്തെല്ലും. ഈ കാവിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വർഷത്തെ ഉത്സവം കൂടെ കൂടാൻ പറ്റട്ടെ എന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുമെന്ന്. അപ്പം അത്രയെല്ലാം ടാറ്റാ.